ഇത് ഇവിടെ കണ്ടു പരിചയമുണ്ടല്ലോ നിങ്ങൾ ആഫ്രിക്കയിൽ വലൈക്കും സ്ലാം ആഫ്രിക്കയിൽ എവിടെ കണ്ട് ആഫ്രിക്കയിൽ എവിടെ കണ്ടൊരു പരിചയം ആണോ അവിടെ അപ്പുറത്ത് നിങ്ങൾ സൗദിന്റെ വണ്ടിയിൽ നിങ്ങൾക്ക് ഓടി മറിക്കുക അങ്ങനെ പറയാ മുത്തേ മാവേ ഇറങ്ങി വെൽക്കം ബാക്ക്. നമ്മളിപ്പോ ദുബായിലേക്ക് സ്വീകരിക്കാനുള്ള ആളൊക്കായി മാറി. അസ്സലാമു വറഹ്മത്തുള്ളാഹി. നമ്മളെ ഭാവനൊക്കെ കണ്ടിട്ട് എത്ര കാലായി റബ്ബേ. ദുബായിക്കാരനായില്ലേ? എന്തല്ലോ നമ്മളെ പേര് മൊല്ല. വണ്ടി പുറത്ത് കിട്ടോ? എനിക്ക് പാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ, ഫ്രീ അല്ലേ? അപ്പുറത്തോട്ട് ഒരു സീറ്റ് ബെൽറ്റ് കിട്ടാം കേട്ടോ. അപ്പോളേ ദിൽഷാദ് വന്നിരിക്കുകയാണ് ദുബായിലേക്ക്. ഇവിടെ കേട്ടോ ഈ UZB പറഞ്ഞ എന്താണ് സംഭവം? എനിക്ക് സൗദിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഈ നമ്പർ എന്താ? അല്ല അങ്ങനെയാണല്ലേ? അതെ കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ കേസ്. അതല്ല എനിക്ക് പാർക്കിങ്ങും വേണ്ട, ഒരു തേങ്ങയും വേണ്ടല്ലേ? അതെ എന്താ പാട്? ഇത്ര ആയി കണ്ടിട്ട്. അന്ന് ദുബായിൽ നിന്ന് ഇവിടുന്ന് പുറത്തു നിന്ന് കയറി പോയതാ. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ മുസാംബിക്കിലാണുള്ളത്. അല്ല അരിയാണെങ്കിൽ ഞാൻ ഒരു 10 ആക്കി നാട്ടിക്ക് ദിൽബറിന് അയച്ചു കൊടുത്താ അല്ലേ വാവേ? ഓരോ അരിയാണെങ്കിലേ ഇൻഷാല്ലാ ഭക്ഷണം സെറ്റാണ്. അപ്പൊ മാണിക്കോത്തുണ്ട് അവിടെ. ഇവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട്. എന്താവേ വെള്ളം കൊടുത്ത ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കൊടുത്ത വ്യക്തി. അതെ നമ്മൾ കണ്ടുമുട്ടി. കുറച്ച് നീളം ഏറെ വെച്ച കയ്യ കുറച്ച് വെളുത്തിനല്ല മറ്റേ കുറച്ച് വെളുത്തും ചെയ്തിന്, കുറച്ച് നീളം വെച്ചിന്. ഇതാണ് ആബിദ് ഫ്ലൈവീല്. അതായത് ഈ കാറുകൾ ഫുള്ള് വാണ്ടാണ്. അതെ ഈ പാർക്ക്. അതെ ഞാനിതല്ല, ഇവിടുത്തെ ഒരുവിധം ബ്ലോഗർമാരൊക്കെ എടുക്കുന്ന ആളുതാ. ഇതന്നെ വണ്ടി ആബിദൊക്കെ ഫ്രീ. കച്ചവടായി ആബിദ. കമ്മീഷൻ എപ്പോഴാ? കമ്മീഷൻ ഞങ്ങക്ക് ഫുഡ് വാങ്ങിയാലേ പരിപാടിയായില്ലേ? ഞങ്ങക്ക് ഫുഡ് വാങ്ങിയാലേ? അങ്ങനെ നമ്മള് ഗോൾഡ് സൂക്കിലെത്തി. ദിൽഷാദ് ഭായ് ആരെ കാണാൻ പോകണം? നമ്മള് യൂസുഫായിനെ കാണാൻ പോവാണ്. പെർഫ്യൂം വാങ്ങണം, പെർഫ്യൂം നോക്കണം, അടിക്കണം, പോകണം അല്ലേ? ഷാഹിദിക്ക് മുന്നിലുണ്ട് കേട്ടോ. അതെ എനിക്ക് ഏത് സ്മെല്ലാക്കി ഉണ്ടാക്കാൻ പോണേ? മറ്റേ അതുണ്ടാക്കാനാ? ഏത്? അത് വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിർത്താൽ ഇടക്കിടക്ക് ഇങ്ങനെ അടിച്ചാ. അങ്ങനെ നമ്മൾ യൂസുഫ് ഭായിന്റെ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ദിൽഷാദ് മീറ്റ് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെ പറയാല്ലേ? തിരക്കെന്താല്ലേ? മാഷാ അല്ലാ ഇവിടുത്തെ തിരക്കൊക്കെ നിങ്ങള് അങ്ങനെ നമ്മള് യൂസുഫ് ഭായിനെ കണ്ടെത്തിയിരിക്കുകയാണ് അല്ലേ? ബൈക്ക് ഇവിടെയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് ഓൾവേസ് എല്ലായ്പ്പോഴും പറയാൻ മാതിരി അൽഹംദുലില്ലാ. 4 ഷോപ്പ് ഉണ്ട് ഇപ്പൊ. 4, 5 അത് പിന്നെ 6, 7, 8 എന്നൊക്കെയുള്ള പരിപാടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പകുതിയിൽ കൂടുതലായിട്ടുണ്ട് അൽഹംദുലില്ലാ. വരും കൺസെപ്റ്റ് ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യണം. എന്നാലത് അല്ലെങ്കിൽ ദുബൈയിലത്തെ ബ്രാൻഡ് എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സുഗന്ധങ്ങൾ പരത്തലാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ പരിസരത്തും നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ട്. അത് ലോകം മുഴുവൻ എല്ലാവരും സുഗന്ധങ്ങളല്ലേ പരത്തും. നമുക്ക് വളരെ സന്തോഷമുള്ളൂ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നുള്ളൂ. സുഗന്ധങ്ങളല്ലേ പറക്കട്ടെ. പക്ഷേ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരാണ് നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്രേരണ നൽകുന്നത്. കാരണം വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം. സാലിയായ സദഖയിൽ ഏറ്റവും 2-3 കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ മുന്നിലത്തെ കടയിൽ അവിടെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല ഫീൽ ചെയ്യുക. അതോരെ ദാഹിച്ചവർക്ക് വെള്ളം കിട്ടുമ്പോൾ ആ കിട്ടുന്ന അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്കിന്
there is thousand of മണിയല്ല എൻ്റെ വാല്യൂ. അത് ഭയങ്കര ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും നാട്ടിൽ അത് ഫീൽ ചെയ്യുക, അനുഭവിച്ചറിയുന്നവനക്കാണ് അതിൻ്റെ ഫീലിംഗ് അറിയാം. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ആഫ്രിക്കൻ ജനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും പറയാനില്ല. മറ്റുള്ള ഈ ആൾക്കാർ പറയാൻ വാക്കുകളില്ല. തീർച്ചയായിട്ടും നിനക്ക് നമ്മൾ പ്രൗഡ് ഓഫ് യു. നമ്മളൊരു സുഹൃത്തായതിൽ ഇൻഷാ അല്ലാ.